Okay. So we were studying about artificial satellites. Artificial satellite means what? The satellites that are made by human beings and to get information regarding space, moon, and other things also from there. From there to get to them means ചന്ദ്രനെ കുറിച്ചും അതിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്പേസിനെ കുറിച്ചുള്ള പിന്നെ നമുക്ക് വെതർ റിപ്പോർട്ട്സ് ഗ്രൗണ്ടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് നമ്മൾ അയക്കുന്ന മാൻമെയ്ഡ് സാറ്റലൈറ്റിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ which was the first man-made satellite? Hannah Rose, which was the first man? Aryabhatta. No. Aryabhatta was the first Indian satellite. Sputnik. Okay, Sputnik was the first man-made satellite or the artificial satellite, and that was sent by which country? Russia. Okay, after that was sent in 1957. 1957 ലാണ് വിട്ടത്. ബട്ട് 75-ല് 57 കഴിഞ്ഞ് 75-ലാണ് ഇന്ത്യ ആദ്യമായിട്ടൊരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തത്. ദാറ്റ് ഈസ് കോൾഡ്, what is the name of the Indian satellite? Indian man-made satellite, first satellite? Unmute and say. ഇന്ത്യയുടെ ആദ്യത്തെ മാൻമെയ്ഡ് സാറ്റലൈറ്റ് ഏതാണ് എന്നാ? സ്പുട്നിക്. സ്പുട്നിക് ഇന്ത്യയുടെ അല്ല മോളെ, സ്പുട്നിക് റഷ്യയുടെയാണ്. അത് ഏറ്റവും ആദ്യം വിട്ടതാണ്. അതിനുശേഷം 1975-ല് ഇന്ത്യ ആര്യഭട്ട. ഓക്കെ, ഗ്രേസ്. Which was Indian first man-made satellite or artificial satellite? ഇന്ത്യയുടെ ആദ്യത്തെ സാറ്റലൈറ്റ് ഏതാണ്? ആര്യഭട്ട. In which year did we send it? Did we launch it? ഏത് വർഷമാണ് നമ്മൾ അത് വിക്ഷേപിച്ചത്? ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നോക്ക. ആര്യഭട്ടയുടെ അടുത്ത് തന്നെ കിടപ്പുണ്ട്. ഞാൻ പറയാം. 1075. Let Grace find out that. Okay. ഏതാ മോളെ? $1,975. Very good. Okay, 1975-ലാണ് നമ്മൾ വിട്ടത്. 1957-ല്, അതായത് 1957-ല് ആദ്യത്തെ മാൻമെയ്ഡ് സാറ്റലൈറ്റ് റഷ്യ വിട്ടു. അതിന്റെ പേരാണ് സ്പുട്നിക് 1. അതിനുശേഷം 75-ലാണ് ഇന്ത്യ സ്വന്തമായിട്ട് ഒരു സാറ്റലൈറ്റ് ഒക്കെ ഉണ്ടാക്കി വിട്ടത്. പക്ഷെ ഇപ്പൊ കുറെ എണ്ണം വിട്ടു. ഇപ്പൊ ആദ്യം വിട്ടത് ആര്യഭട്ട, അതിനുശേഷം കുറെ എണ്ണം വിട്ടു. ഇതാണ് നമ്മുടെ ആര്യഭട്ട. ആര്യഭട്ട ഇതാണ്. നിങ്ങൾ എന്താ വിചാരിച്ച? വല്ല തിന്നുന്ന സാധനമാണോ അല്ലേ? ലൈക്ക് ലഡു, ജിലേബി എന്നുള്ള ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞൊരു പടം എടുത്തിട്ടില്ലേ, അതുപോലെയാണ് ഞാൻ വിചാരിച്ചത്. അതാ ചോദിച്ചത്. അതിന്റെ അതല്ല, അത് മറ്റേത് സോളാറിന്റെ പാനലാണ്. മറ്റേത് രണ്ടെണ്ണം സൈഡിലേക്ക് രണ്ടും കാണുന്നത്. ഓക്കെ, യൂട്യൂബ് എടുത്ത് നോക്കട്ടെ. സായി കൃഷ്ണ, 1 second. എല്ലാ സാറ്റലൈറ്റും ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. അതായിരിക്കില്ല, നോക്കട്ടെ വീഡിയോസില്.
ടീച്ചർ 3 തരം ഫോട്ടോ കണ്ടിനി. ഒന്നെന്തോ ഒരു പട്ടീനെല്ലാം അയച്ചു തന്നിട്ടെന്തോ ഒരു കട്ടാണൊക്കെ സംഭവം. നോക്കട്ടെ, നമുക്ക് ഇത് നോക്കാലോ. These days, there is a lot to balance. But Grammarly ensures you communicate. April 19, 1975, Aryabhatta was named after Indian mathematician and astronomer called Aryabhatta. Whose year? No, ഇവിടുന്നൊന്നുമില്ല. ആര്യഭട്ടനെ വിടുന്നതില്ലെന്ന് തോന്നുന്നു അല്ലേ? നോക്കട്ടെ വേറെ വീഡിയോസ് വല്ലതും ഉണ്ടോന്ന്. അയ്യോ, ആര്യഭട്ട പോയി, കന്നഡന് മുന്നേ പോയാ. പോകുന്നു, ആര്യഭട്ട പോകുന്നുണ്ട് കേട്ടാ. ജോച്ചി കാണുന്നുണ്ടാ? അതായത് ശേഷം ക്രമേണ ഓരോ ഇതും അതിൽ നിന്ന് അടർന്ന് വീണ് ഇനി ലാസ്റ്റ് അവിടെ എത്തുമ്പോൾ അതേ ഉണ്ടാവുള്ളൂ. ഇതാ നമ്മൾ ലാസ്റ്റ് ഇയർ കണ്ടായിരുന്നു അല്ലേ? സബ്ജക്ട് ചെയ്ത് നിക്ഷേപിക്കുന്നത് എങ്ങനെയാന്നൊക്കെയാണ്. Okay. Did you see this? കണ്ടോ? അതായത് ആര്യഭട്ട നമ്മളുടെ ചിത്രത്തിൽ ഞാൻ ആദ്യം നിങ്ങളൊരു ഫോട്ടോ കാണിച്ചു ആര്യഭട്ടയുടെ. ആദ്യം വിക്ഷേപിക്കുന്ന സമയത്ത് അങ്ങനെയല്ല. ആ PSLVയുടെ അതായത് ആ അതിന്റെ എന്താ പറയുന്നേ, അതിന്റെ ഉള്ളിൽ കുറേ ഇതുണ്ട്. അതായത് നമുക്കറിയാം, നിങ്ങൾ വലിയ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ അറിയാം, ഇത് മേളിലേക്ക് പോകുന്നതനുസരിച്ച് നമ്മുടെ അറ്റ്മോസ്ഫിയർ ചേഞ്ചസ് and the pressure of atmosphere and all will be changed. And when as it goes up, there is no oxygen and all. Muhammad Ruwais. Yes. To whom are you talking? Nothing. Okay. So as it goes to the atmosphere, we know that the pressure of the atmosphere will change. There is no oxygen and all. അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ അതിനെ ഓരോ ഘട്ടത്തിലും തരണം ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ മുകളിലെത്തുമ്പോൾ ലാസ്റ്റ് എത്തുമ്പോൾ ചെറിയ ആര്യഭട്ട അത്രേ വലിപ്പമുള്ളൂ, അത് അങ്ങോട്ട് എത്തുള്ളൂ. പക്ഷെ ഇവിടുന്ന് പോകുമ്പോൾ എത്രയോ ടണ്ണാണ്. എനിക്കൊന്ന് ലാസ്റ്റ് ഇയർ ഞാനൊന്ന് നോക്കട്ടെ നമ്മുടെ ഇതിനകത്ത് ഷെയർ ചെയ്യാൻ പറ്റുന്ന. നോക്കട്ടെ. ഇത് PSLV കഴിഞ്ഞ
See, launch ചെയ്ത് PSLV വിക്ഷേപിച്ചത് കഴിഞ്ഞു. മിസ് എനിക്ക് കാണുന്നില്ലല്ലോ അത്. ഓക്കെ നിങ്ങക്ക് കാണുന്നില്ല? മിസ്സേ കാണുന്നില്ല. ഓഡിയോ മാത്രമേ കേൾക്കുന്നുള്ളൂ, വേറെ ഒന്നും കാണുന്നില്ല. ഓഡിയോ ഇപ്പൊ കാണുന്നുണ്ട്. ഇല്ല, കാണുന്നില്ല. From beginning I will show you. PSLV scientist ആണ് ഇരിക്കുന്നത്. Astronauts. Scientist means astronauts. ഈ astronauts വിക്ഷേപിക്കുന്നതിന്റെ time out ആണ്. 10, 9 like that they are counting. 7, 6, 5, 3, 2, 1, 0. PSLV has been launched. നമ്മളത് വിശേഷിച്ച സമയത്ത് ഓരോ ഘട്ടത്തിലും അതിന്റെ ഓരോ ഭാഗങ്ങളാണ് ലാസ്റ്റ് അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ അടിപെട്ട പതാശയത്തിലുള്ള മാത്രമായിട്ട് അവിടെ ചെല്ലും. പവർഫുൾ ആയിട്ടുള്ള ക്യാമറ ഉണ്ടെങ്കിൽ അല്ലേ ഇതെല്ലാം സയന്റിസ്റ്റുകൾ എത്ര ഇതിൽ നോക്കി ISRO chief J.S. Sivan was present at the launching of ഇത്രയും ദൂരം പിന്നിട്ടു. എന്ത് സംഭവിക്കാം, നമ്മള് സക്സസ്ഫുൾ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും അതിന് പ്രോബ്ലം വരുന്നത്. My dear friends, I am extremely happy to declare that PSLV C-51 successfully launched in the precise orbit of Amazonia 1 today. Okay. Do you know who is this person? He is the chief of ISRO. ISRO-യുടെ ഇന്ത്യയിലെ നമ്മുടെ സ്പേസിലേക്കുള്ള ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സയന്റിസ്റ്റ് ആണ് ഈ പറയുന്ന ആള് ശിവൻ. Okay, he is telling that we have launched the PSLV. In this mission, India പോരെ, ഇത്രയും പോരെ. ഇനി നമ്മുടെ ചാന്ദ്രയാൻ വിക്ഷേപിച്ചതൊന്ന് നോക്കാം. മിസ്സേ ചാന്ദ്രയാൻ നിക്ഷേപിക്കുന്നത് ഞാൻ ന്യൂസിൽ കണ്ടായിരുന്നു. കണ്ടായിരുന്നോ? ലോഞ്ചിങ് ഓഫ് ചാന്ദ്രയാൻ. ചാന്ദ്രയാൻ 1, ചാന്ദ്രയാൻ 2, ചന്ദ്രയാൻ 1 നമുക്ക് നോക്കാം അല്ലേ? Chandrayaan 1 uploaded by Biju. Mark minus 2 minutes. Can you hear? Yes. കാണുന്നില്ല? ഇപ്പൊ ഒന്നും കേൾക്കുന്നില്ല. അവരൊന്നും പറയുന്നില്ല. കാണുന്നുണ്ടോ? അത്ര ഈഗർലി ആണ് സയന്റിസ്റ്റ് ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആസ്ട്രോണറ്റ്സ് അല്ലേ? Mark minus 1 minute 30 seconds.
The time Time ഇവിടെ as a കണ്ട. time mark. See, can you see this time? Mark minus 1 minute and counting. Roger. Minus 50 seconds. 25 seconds. എന്നിട്ട് ഒരു ഈഗർലി ഇങ്ങനെ കാത്തിരിക്കാണ് Minus 20 ടൈം കണ്ടോ. seconds. 15. Ignition authorized. 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0, plus 1, Yes, plus 2, started. plus 3, plus 4, plus 5 seconds, Something. Ignition sequence Plus 10 normal and lift off normal. R2 tracking. C2 tracking. ഇതൊന്നും മിസ് plus സാധനം 20 seconds, Even tracking. മിസ്സേ എന്തോ ഇത് റോക്കറ്റ് അല്ലേ? plus 30 seconds, എടാ ഇത് ഉപഗ്രഹങ്ങളാടാ, ഉപഗ്രഹം വിക്ഷേപിക്കുന്ന സാറ്റലൈറ്റ്. ആ അതിന്റെ ഉപഗ്രഹം. Sun performance normal. ഇത്രത്തോളം എത്തി എന്നുള്ളത് കാണിക്കുന്നതാണ്. Okay, I hope that this is enough for you. ഇത്രയും പോരെ വീഡിയോ ഫൈല്. Okay. Have you seen the weather report on the television news and the pictures taken by satellites of clouds covering different parts of India? ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം ക്ലാസ് കഴിഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു ഒരു ദിവസമെങ്കിലും ടി വിയിൽ അല്ലെങ്കിൽ റേഡിയോയിലൊക്കെ നിങ്ങൾ ന്യൂസ് കേൾക്കണം. Then at the end of the news they will declare the news weather reports and all. So then they will tell today there will be possibility for for the rain, heavy rainfall, like that. When they will tell how they come to know. How do they come to know about that? Because these satellites will send photos or informations regarding the climate and all. If there is any cyclone and all are forming, scientists can come to know earlier systems. So they will forecast that a cyclone is going to form in such a place and it may affect the such and such areas and all. So people should be aware about it and all. Like this way, they will give information for us. So they will get the information with the help of these satellites. The high speed and the high qualified radars will give information regarding these things. Actually, cyclones and all will take place in the ocean or seas and all. Anyway, we don't know about anything about the oceans or seas because if we stand on the seashore, we cannot see the other end of the sea. Can we see the other end of the sea if we are standing on one side? No. So we have a limitation in our eyesight. So we can see only a few little part of the sea or oceans. We know that it is very, very, very wide. And cyclones, like cyclones and all, will form in the middle of the oceans or seas. So anyway, we have no chance to come to know about that. But scientists will inform us that next Tuesday there will be possibility for a new cyclone to form, and it may affect or it will be affected by some places. They will tell the place and all. So people should be aware about it and all. They will tell us information. How they will come to know about this? Because they will get the information from the radars and all. Radars means radars that are used in satellites and all.
ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ നമുക്കറിയാം സാധാരണഗതിയിൽ സൈക്ലോൺസ് തുടങ്ങുന്നത് കടലിലായിരിക്കും. അതിൽ നിന്നും then it will come to the land. അപ്പൊ അത് ലാൻഡിലേക്ക് പിന്നെ വരും. നിങ്ങൾ കഴിഞ്ഞ ഇടയ്ക്ക് നമുക്ക് ഓക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേട്ടായിരുന്നു. പിന്നെ ഈയിടെ ഒരു ചുഴലിക്കാറ്റ് വന്നിട്ട് വലിയ കാര്യമായിട്ടൊന്നും ബാധിക്കാതെ തിരിച്ചുപോയി. അപ്പൊ ഇവർക്ക് നേരത്തെ ഈ സയന്റിസ്റ്റ് അല്ലെങ്കിൽ ആസ്ട്രോണറ്റ്സിനോ സയന്റിസ്റ്റിനൊക്കെ ഇൻഫോർമേഷൻ കിട്ടും. എന്ന് വെച്ചാൽ അവരത് ഫോർകാസ്റ്റ് ചെയ്യും. നേരത്തെ മുന്നേ അവർ പറയും ഇങ്ങനൊരു ചുഴലിക്കാറ്റ് ഉണ്ടാകാൻ സാധ്യത. അതുകൊണ്ട് അറബിക്കടലിന്റെ തീരത്തുള്ള ആൾക്കാരെല്ലാം ജാഗ്രത പാലിക്കുക, അല്ലെങ്കിൽ ഇന്ന സ്ഥലങ്ങളിലുള്ള ആൾക്കാരൊക്കെ ജാഗ്രത പാലിക്കാന്നൊക്കെ പറഞ്ഞ് അവർ അറിയിപ്പ് തരും. അപ്പൊ അവർക്ക് അറിയിപ്പ് കിട്ടുന്നത് നമ്മളിപ്പോ കണ്ട ഇതുപോലത്തെ സാറ്റലൈറ്റുകൾ നമ്മൾ വിക്ഷേപിച്ചപ്പോൾ അതിലുള്ള റഡാർസുകള് ഫോട്ടോസുകളൊക്കെ എടുത്തിട്ട് അത് നമ്മുടെ സയന്റിസ്റ്റുകളുടെ കമ്പ്യൂട്ടറിൽ എത്തും. അപ്പൊ അവർക്ക് മനസ്സിലാകും അവിടെ ഒരു ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നുണ്ട്, അത് അവിടെയുള്ള ആൾക്കാരെയൊക്കെ ബാധിക്കും എന്നുള്ളത്. അപ്പൊ അവർ പറയും നിങ്ങൾ കടലിലൊന്നും പോകാൻ പാടില്ല. ഫിഷർമെനും ആക്ച്വലി നമ്മൾ വിചാരിക്കുന്ന പോലെ ഇന്ന് പോയിട്ട് വൈകുന്നേരം തിരിച്ച് രാവിലെ കടലിൽ പോയിട്ട് വൈകുന്നേരം അവർ കുറെ മീനും പിടിച്ചോണ്ട് വരുന്നവരല്ല ഫിഷർമെന്. മനസ്സിലായോ? ഈ ഫിഷർമെനൊക്കെ കടലിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാഴ്ച, 2 ആഴ്ച, 3 ആഴ്ചകൾ കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത്. കാരണം they will go to the deep into the sea. സീയുടെ ഉള്ളിലേക്ക് അവർ പോകും, ഒത്തിരി നടുക്കടലിലേക്ക് അവർ പോകും. അങ്ങനെ നടുക്കടലിലേക്ക് പോയി കഴിഞ്ഞ് കുറെ മീൻ കൂടെ സമയം എടുക്കും. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അതിന്റെ മറ്റേ എൻഡ് കാണാൻ പറ്റുന്നില്ല അല്ലെ. So it will take a long time. They will catch the fish and they will store in their boats. അപ്പം അവരവരുടെ ബോട്ടിലെല്ലാം ഇത് സ്റ്റോർ ചെയ്തിടും. എന്നിട്ട് അവർ they will have ice and all with them. അവരുടെ കയ്യിൽ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഈ ഐസ് ഒക്കെ ഇട്ട് അത് കേടാവാതെ അവർ സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് അവര് നിറയെ കുറെ മീനുകളൊക്കെ പിടിച്ചതിന് ശേഷമാണ് അവർ തിരിച്ചു വരുന്നത്. ചിലപ്പോൾ 2-3 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. ആ മീനാണ് നമുക്ക് കൊണ്ടുത്തരുന്നത്, നമ്മൾ വാങ്ങുന്നത് 2-3 ആഴ്ചയൊക്കെ ആയിട്ട്. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല. അവര് ഫിഷില് ഐസൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ട് കൊണ്ടുവരും. അപ്പൊ ഇവര് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ സപ്പോസ് ഉള്ളിലോട്ട് കടലിന്റെ ആഴത്തിലോട്ട് ഇങ്ങനെ കുറെ ഉൾക്കടലിലേക്ക് അവർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കടലിൽ ഇങ്ങനെ പോലെ സൈക്ലോൺ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് തിരിച്ചു പോരാൻ പറ്റത്തില്ല. കാരണം ഇവിടം വരെ കവർ ചെയ്ത് തിരിച്ചെത്തണം അല്ലെ. അവിടുന്ന് പിന്നെ ഫ്ലൈറ്റ് ഒന്നുമില്ല. അപ്പൊ കടലിൽ നിന്ന് പിന്നെ ഈ പോയ ബോട്ടിൽ നിന്ന് തിരിച്ചു വരണം. So it will take a long time for them to cover this area. So what happened? ഇവർക്ക് നേരത്തെ ഇൻഫോർമേഷൻ കൊടുക്കും. ഇങ്ങനെ ഒരാഴ്ച മുന്നേ ഒക്കെ മഴ അല്ല, അവിടെ മഴ വലിയ കൊടുക്കാറ്റുണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് കടലിലേക്ക് പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതും ആ അറിയിപ്പ് കിട്ടിയിട്ടും അത് അവഗണിച്ച് പോകുന്നവരുണ്ട്. ചിലപ്പോ ഒരു പക്ഷെ അവരുടെ ഈ റുവൈസ് എവിടെ പോയി? ക്യാമറ തിരിച്ച് എന്താ പരിപാടി റുവൈസേ? Otherwise, sit there properly. ടൂറ് പോയി വല്ലേ ക്യാമറ ഇങ്ങനെ വട്ടം കറക്കി അവന്. ഓക്കെ, സോ ദേ വിൽ ഗീവ് us ദിസ് നമ്മളിപ്പം കണ്ട സാറ്റലൈറ്റ് ഒക്കെ ഇൻഫോർമേഷൻ, അതായത് ഫോട്ടോസ് ഒക്കെ കൊടുക്കും അവിടെ ഇങ്ങനെ ചുഴലിക്കാറ്റ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ലാൻഡിലേക്ക് എത്തണമെങ്കിൽ കുറെ ദിവസങ്ങൾ എടുക്കും, ഒരു 3-4 ദിവസമൊക്കെ എടുക്കും. അപ്പം ഇവർക്ക് മനസ്സിലാകും അത് ഇന്ന പോലെ ഈ ഡയറക്ഷനിലേക്ക് കാറ്റ് വീശാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അതിന്റെ അത് വരുമ്പോൾ ആ ഭാഗത്തുള്ള ജനങ്ങൾക്ക് അവരുടെ സാധനങ്ങൾക്കെല്ലാം ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് they will give information. നമുക്കറിയാം കൊടുങ്കാറ്റൊക്കെ വീശി കഴിഞ്ഞു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിലൊക്കെ വീടൊക്കെ പഴയതാണ്, വീടൊക്കെ മൊത്തം കാറ്റെടുത്തോണ്ട് പോകും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ കൊടുങ്കാറ്റിന്റെ ഒക്കെ വീഡിയോ കണ്ടിട്ടില്ലേ? ഞാനൊരു സൈക്ലോണിന്റെ ഇത് കാണിച്ചു തരാമേ. അത് പോയാ ഒരു മിനിറ്റ്, ഇപ്പൊ ഷെയർ ചെയ്യാം ഇത്.
Well, there are constant updates coming in from Chennai and other parts of Tamil Nadu, which are being lashed by heavy rains and high velocity winds. 2 deaths have been reported so far, just hours after Varda made landfall. In fact, this is the first arm of the cyclone that has hit Tamil Nadu. Land and air transport has been disrupted. Several trains stand cancelled. The landfall is expected to complete in 4 hours. Now, the East Coast is bracing for the second arm of this cyclone, which is usually more destructive than the first. Thousands evacuated from low-lying areas. NDRF Army teams have been pressed into service. Ashish now joins us live from the border of Tamil Nadu. Jugal continues to report live from Chennai. Ashish, let me get a quick update from you first. What are you hearing from the point where you are at? Describe to us what you see around you. Patna, we are south of Sriharikota and north of What is a cyclone? In meteorology, Violent winds, driving rain, killer waves. These are the hallmarks of a hurricane. Also called cyclones or typhoons, hurricanes are giant storms prowling the world's tropical seas. An average hurricane releases as much energy in a day as the explosion of 500,000 small atomic bombs. Hurricanes form in the summer and fall when the sun heats vast stretches of tropical ocean to over. When the winds exceed 39 miles per hour, a tropical storm has developed. When the winds reach 74 miles per hour, a hurricane is officially born. Inside the storm, bands of rain up to 300 miles long meet in the eye wall, Most of these storms spin out over the open sea, but in an average year, Okay, so വലിയ എന്താ പറയുന്ന സൈക്ലോൺസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ചുഴലിക്കാറ്റ് കൊടുങ്കാറ്റ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ മൊത്തം നശിച്ചു പോകും. സോ ഇതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ഇൻഫോർമേഷൻസ് നമ്മളിപ്പോ ഈ കണ്ട നമ്മുടെ സാറ്റലൈറ്റ്സ് ആൻഡ് ഓൾ വിൽ സെൻഡ് ടു ദ ആസ്ട്രോണട്സ്. Weather satellites take pictures of cloud movements and help to forecast weather so that people are warned about the dangerous storms or cyclone before they are actually happened. അപ്പം ഇതുകൊണ്ടുള്ള ഗുണം എന്താണ്? ശരിക്കും ഇങ്ങനെ ഒരു സൈക്ലോണ് ആരംഭിക്കുന്നതിന് മുന്നേ നമ്മളെ അഫക്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു അറിയിപ്പ് കിട്ടും. Cyclone is going to take place. So നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? We can take the precautions to escape from that. Means if we want to change our shelter and all, we can move to a safe place. Or if we want to take the things from home, we can shift it. Then, or if our house is not so good, if we want to have to do any repairments to the house, we can do that and all. If the house is weak, we know that surely if such cyclones surely it will affect us, affect the house and all, if the roof and all is not so good. So if we get the information early itself, what we can do, we can repair the house, or if we want to shift from that house to another place, to a safety place, we can move to that place and all. Like this way we can take precautions. So നമ്മൾ ഇങ്ങനെ ഒരു സൈക്ലോൺ ഉണ്ടാകുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുൻകരുതലായിട്ട് ഒന്നെങ്കിൽ നമുക്ക് ആ വീട്ടിൽ നിന്ന് മാറി താമസിക്കാം, അല്ലെങ്കിൽ വീട്ടിലുള്ള അത്യാവശ്യമായ സാധനങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് അങ്ങനെയുള്ള ക്രമീകരണങ്ങൾ നമ്മുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ പറ്റും.
അറിയാതെ പെട്ടെന്നൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? We have no chance to escape from that. Then you are able to watch live cricket matches on television because of artificial satellite. So I think almost everybody is having television at home, and we watch the live programs and all, or movies and all like that and all. How can we see that and all? We know that other day we were watching ISL and all. This ISL actually was going on at where it was at Goa. From Goa, lively we could see that and all here in Kerala, Tamil Nadu, Karnataka, wherever it may be. Wherever we are, we can see even in Dubai and all, there people watch Malayalam movies, Malayalam televisions and all, serials and all. How they will watch American people and all? They will watch it through the satellite. It is because the satellite will help us to watch the movies and all. Communication satellites are used for radio and television transmission, telephonic communication, the internet, etc. Okay. നമ്മൾ ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റുകൾ നമ്മളുടെ മാറ്ററുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ വേണ്ടി TV, ടെലിവിഷൻ ഇങ്ങനെയെല്ലാം നമുക്ക് ഇൻഫോർമേഷൻ തരാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ആവുന്നു. Artificial satellites can also give us different kinds of information about a particular area or region on Earth. Okay, ഇപ്പൊ നമ്മൾ ഈ കണ്ട എന്താ പറയുന്ന സൈക്ലോണിനെ കുറിച്ചൊക്കെ കണ്ടു, വീഡിയോ കണ്ടു. സോ ഇത് എങ്ങനെയാണ് ഈ വീഡിയോ കിട്ടിയത്? ആരാ കടലിൽ പോയിട്ട് വീഡിയോ പിടിച്ചോണ്ട് വന്നത്? കടലിലാണല്ലോ സംഭവിച്ചത്. Who went to the sea to take the video from there? Nobody. Our satellite. None other. Our satellite has sent the photos or videos and all. അല്ലാതെ നമ്മൾ ആരും പോയിട്ട് വീഡിയോ എടുത്തിട്ടില്ല. കടലിൽ ഇപ്പൊ ചുഴലിക്കാറ്റൊക്കെ ആയത്, ആ ചുഴലിക്കാറ്റിന്റെ പരിസരത്തോട്ട് നമ്മൾ പോയായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? പിന്നെ ഒരിക്കലും പൊങ്ങി വരണ്ടായില്ല. ചുഴലി അങ്ങോട്ട് കൊണ്ടുപോകുണ്ടായിരുന്നുള്ളൂ അല്ലേ? Okay. So all this we can get any data of any places and all from this with the help of satellites. This includes the forestry data, groundwater data, fishing areas in the sea, ocean studies, etc. So എന്ത് ആയിക്കോട്ടെ, നമ്മുടെ ഫോറസ്റ്റിനെ കുറിച്ചുള്ളതോ ഫോറസ്റ്റിന്റെ ചിത്രം അല്ലെങ്കിൽ എന്താ നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ നമുക്ക് ഓരോ സ്ഥലത്തിന്റെ ഇതൊക്കെ കിട്ടും അല്ലെ? ഞാൻ കഴിഞ്ഞ ദിവസം ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് ഞാൻ +2 പഠിച്ച കോളേജ് that is in കർണാടക. ഞാൻ കർണാടകത്തിലാണ് പഠിച്ചത്. അപ്പൊ ആ കർണാടകയിലെ ഞാൻ +2 പഠിച്ച കോളേജിന്റെ എത്ര വർഷങ്ങളായെന്ന് അറിയാമോ? ഇപ്പൊ ഞാൻ അതിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. കുറെ അപ്ഡേഷൻസ് വന്നു, കുറെ മാറ്റങ്ങളൊക്കെ വന്നു. പക്ഷെ ഐ വാസ് റിയലി ഹാപ്പി. അപ്പൊ ഇതുപോലെയുള്ള നമുക്ക് എന്തും നമുക്ക് ഈ സാറ്റലൈറ്റിന്റെ ഹെൽപ്പോടുകൂടി